മാതൃഭൂമി ന്യൂസിന്റെ ബിഗ് ബ്രേക്കിംഗിലേക്ക്. പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ PSC നടത്തിയ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനത്തിനായി വൻ ക്രമക്കേട്. റാങ്ക് പട്ടികയിലെ 15 പേർക്കായി PSC യോഗ്യതയിൽ മാറ്റം വരുത്തി. പാനൽ ജീവനക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റായ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകി. 100ഓളം ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യത രേഖ മാറ്റാൻ PRDയുടെ ഒത്താശയും ഉണ്ടായിരുന്നു. മുൻ SFI നേതാക്കളും മുൻ സർക്കാരിലെ ഉന്നതന്റെ ബന്ധുവും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇതിന്റെ രേഖകളടക്കം മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ് ഇപ്പോൾ. അമൽ തേനമ്പറമ്പിൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. PRDയിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്നത് എത്രയോ കാലം മുന്നേ തന്നെ പലരും പരസ്യമായും രഹസ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്കാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ എത്തുന്നത്, ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. മാതൃഭൂമി ന്യൂസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായ ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അമൽ? മോദി, PSCയിൽ നടക്കുന്നത് വലിയ അക്രമമാണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. PSCയിൽ നിയമനം ലഭിക്കാനായി എത്രയോ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് ഉറക്കമുളച്ചിരുന്ന് പഠിക്കുന്ന ആളുകളെ നമുക്കറിയാനും കോച്ചിങ് സെൻ്ററുകളിലും മറ്റുമൊക്കെ പോയി കാലങ്ങളായി പഠിച്ച് സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ആഗ്രഹം നിറവേറ്റാനായി പോകുന്ന ആളുകളെ നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോഴാണ് അതിൽ ക്രമക്കേട് നടക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത്. അതിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. PSC തന്നെ അത് സമ്മതിച്ച ആ വിഷയങ്ങൾ നമ്മൾ സമീപകാലത്ത് കണ്ടത്. പുനർമൂല്യനിർണ്ണയം ഉണ്ടാകും എന്നുള്ള വിവരമൊക്കെ PSC തന്നെ പറയേണ്ടി വരുന്നത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളത് സമീപകാലത്ത് കണ്ടതാണ്. അതിനും അപ്പുറത്തേക്ക് മാതൃഭൂമി ന്യൂസ് നിർണായകമായ ഒരു വിവരമാണ് പുറത്തേക്ക് വിടുന്നത്. ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നിയമനം സംബന്ധിച്ച വിഷയത്തിലെ ചില ക്രമക്കേടുകളാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്. മാധ്യമ പ്രവർത്തന മേഖലയിൽ 2 വർഷം പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണിത്. ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർ ഈ പറയുന്ന സാധാരണ നിലയിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനും അപ്പുറത്തേക്ക് യോഗ്യതയില്ലാത്ത പല ആളുകൾക്കും യോഗ്യതയുണ്ട് എന്ന് കാട്ടിയ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സർക്കാരിൻ്റെ തന്നെ ഒരു വകുപ്പായ PRDയിൽ നിന്നും നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. 100 പേരാണ്, ഏകദേശം 100-നടുത്ത ആളുകൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൽ PRD ഉദ്യോഗസ്ഥരുടെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. PRD ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം. PRD ഉദ്യോഗസ്ഥർ നൽകിയ ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ ഒരു കത്ത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തുടങ്ങുകയാണ്. ഈ ഉദ്യോഗാർത്ഥികൾക്ക് PRDയിൽ പ്രിസം ജീവനക്കാരായുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അവർക്ക് അപേക്ഷിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തന മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. മാത്രമല്ല, പ്രവൃത്തി പരിചയം എന്ന് പറയുമ്പോൾ അത് തൊഴിൽ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി സ്ഥാപനത്തിൽ മോത്തിക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 2 വർഷം മാധ്യമപ്രവർത്തന മേഖലയിൽ ജോലി ചെയ്താൽ മതി. അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാതൃഭൂമി നൽകേണ്ടതുണ്ട്. അങ്ങനെ മാതൃഭൂമി നൽകുമ്പോൾ തൊഴിൽ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മാതൃഭൂമിയിലെത്തി മോത്തി എല്ലാ ദിവസവും രജിസ്റ്ററിൽ ഒപ്പിട്ടിരിക്കുന്നതിന്റെ രേഖകൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ എന്നാണ് ഇവിടെ വ്യക്തിപരമായി എനിക്ക് ഇതേ അനുഭവമുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷ എഴുതി പാസ്സായ ഒരാളാണ്. പക്ഷെ നോട്ടിഫൈ ചെയ്ത സമയത്ത് 2 വർഷം ഉണ്ടായിരുന്നില്ല, 1 വർഷവും 10 മാസവും മാത്രമായിരുന്നു എൻ്റെ പ്രവൃത്തി പരിചയം. അതനുസരിച്ച് ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ലേബർ ഓഫീസർ എത്തി ഈ വിവരങ്ങൾ ബോധ്യപ്പെട്ട് ഈ പറഞ്ഞ 1 വർഷവും 10 മാസവും എന്ന പ്രവൃത്തി പരിചയം സാക്ഷ്യപ്പെടുത്തി വാങ്ങിയ സർട്ടിഫിക്കറ്റാണ് സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ PSC നിങ്ങളെ ഇന്റർവ്യൂവിന് അഭിമുഖത്തിന് വിളിക്കാനാകില്ല, നിങ്ങൾ ടെസ്റ്റ് പാസ്സായെങ്കിൽ കൂടി എന്ന് പറഞ്ഞ് കത്തയക്കുകയാണ് ഉണ്ടായത്. എനിക്ക് വ്യക്തിപരമായി ആ അനുഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് അതേ സമയത്ത് ജോലിക്ക് കയറിയ പലരും എന്നോട് പറയുകയുണ്ടായി, എന്തിനാണ് ഈ 2 മാസത്തിന് വേണ്ടി നിങ്ങൾ ആ പോസ്റ്റിൽ നിന്നും വിട്ടുനിന്നത്? നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒരു തട്ടിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ജോലിക്ക് കയറാൻ കഴിയുമായിരുന്നു എന്ന് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് അമൽ. മോത്തിയുടേതുപോലെയുള്ള മഹാമനസ്കതയൊന്നും എന്തായാലും ഈ ഉദ്യോഗാർത്ഥികൾ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇവർ ഈ ഇത്തരത്തിൽ തട്ടിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങി മോത്തിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ പറ്റിച്ച ആളുകളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. ഇതിൽ ഈ പ്രതീഷ് D മണി എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടുള്ള ഒരാൾ ഈ ഇൻഫർമേഷൻ ഓഫീസറാണ്, പ്രസ് റിലീസിലെ ഇൻഫർമേഷൻ ഓഫീസറാണ്. ആ ഇൻഫർമേഷൻ ഓഫീസറുടെ മുന്നിലേക്ക് കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഒരു അപേക്ഷയുമായി എത്തുന്നു. അതായത് PRDയിൽ ജോലി ചെയ്തിരുന്ന പ്രിസം ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലുള്ള കുറച്ച് ആളുകൾ ഒരു അപേക്ഷയുമായി എത്തുന്നു. ഞങ്ങൾക്ക് ഈ പറയുന്ന PSCയിൽ ഒരു പരീക്ഷ എഴുതാനായി ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നൊരു ആവശ്യവുമായി എത്തുന്നു. ആ അപേക്ഷ കിട്ടിയ അന്ന് തന്നെ
അവിടെ നിന്നും ഒരു കത്ത് PRD-യിലേക്ക് പോകുന്നു. PRD-യുടെ ഡയറക്ടർ അന്ന് തന്നെ 3 കാര്യങ്ങളും ഒരേ ദിവസമാണ് നടക്കുന്നത് എന്നോർക്കണം. സർക്കാരിൻ്റെ അവസാന ദിവസങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന 29/12/2025 ഡിസംബർ മാസം 29-ാം തീയതിയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഇത്തരത്തിൽ ഒരു ഓർഡർ PRD-യിൽ നിന്നും ഉണ്ടാവുകയാണ്. അതിൽ ഈ കുറിപ്പിൽ പറയുന്ന, ഈ പ്രതീഷ് ഡി മണിയുടെ കുറിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എംപാനൽ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് PSC പരിഗണിക്കാറില്ല. അപ്പോൾ PSC അത് പരിഗണിക്കാറില്ല എന്നുള്ള ബോധ്യമുള്ള ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന പ്രതീഷ് ഡി മണി എന്ന് പറയുന്നത്. ആയതിനാൽ പ്രിസം പാനലുള്ളവർക്ക് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും വിധമുള്ള ഒരു പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വകുപ്പിൽ നിന്ന് നൽകുന്നത് ഉചിതമാകും. എന്തൊരു അക്രമമാണ് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇത് അപേക്ഷിക്കാൻ കഴിയില്ല എന്ന് അറിയാം, പക്ഷേ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകണം എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകുകയാണ്. ജീവനക്കാർക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്നും കൊടുത്തിരുന്നോ എന്നതുകൂടി അന്വേഷിക്കുമ്പോഴാണ് PRD ഒരിക്കൽ പോലും അത്തരത്തിൽ നിങ്ങളെ ഇവിടെ എംപാനലിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന തരത്തിൽ ഒരു രേഖ കൊടുക്കാറില്ല. നമ്മളിത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തു ഈ തീയതിയിൽ എന്ന് നിങ്ങളൊരു ജോയിനിങ് ലെറ്റർ എഴുതി തരൂ എന്നാണ് സാധാരണ പറയാറ്. അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ അവിടെ ചുമതലയുള്ള മേലുദ്യോഗസ്ഥർ പറയുന്നത് ഇതിനു മുൻപ് ഇത്തരത്തിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുകയും അപ്പോയിന്റ്മെന്റ് ലെറ്റർ നൽകുകയും ചെയ്തപ്പോൾ അത് ക്ലെയിം ചെയ്തുകൊണ്ട് ജോലി അവകാശപ്പെട്ട ചരിത്രമുണ്ട്. അങ്ങനെ കേസിലേക്കും പുക്കാറിലേക്കും പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു കീഴ്വഴക്കം ഞങ്ങൾ വയ്ക്കുന്നില്ല എന്നാണ് അമൽ. മോത്തി ഈ PRD-യിൽ എന്തായാലും ജോലി ചെയ്തത് വളരെ നന്നായി. കാരണം ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൃത്യമായി പറ്റുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളായതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നുള്ളത് മോത്തിക്കറിയാം. മോത്തി പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് കൂടുതൽ വ്യക്തമാകും. അവിടെ ജോലി ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോൾ ഈ ഒരു കത്തിൻ്റെ മുകളിൽ പറയുന്നത് ഒരു കുറിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സർക്കാർ തീരുമാനം വരികയാണ്. ഇത് PRD-യിൽ നിന്നും ഒരു തീരുമാനം വരികയാണ് ഇവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. ആ തീരുമാനം ഈ PRD-യുടെ ഡയറക്ടർ എടുക്കുമ്പോൾ അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്തെങ്കിലും ഒരു നിർദ്ദേശം വേണമല്ലോ, അതിന് ഒരു കുറിപ്പാണ്. അത് ഒരു കുറിപ്പെന്നാണ് പറയുന്നത്, അല്ലാതെ ഒരു നിർദ്ദേശമെന്നോ അല്ലെങ്കിൽ ഓർഡർ ഒന്നുമല്ല, ഒരു കുറിപ്പ് എന്നാണ് പറയുന്നത്. ആ കുറിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയ കുറിപ്പാണ്. ആ കുറിപ്പിൽ ഏറ്റവും മുകളിലായി വെരി അർജൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. 29-ാം തീയതിയാണ് ആ കുറിപ്പ് പോകുന്നത്. ആ കുറിപ്പിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കാഷ്വൽ ലേബർ എന്ന് രേഖപ്പെടുത്തിയാണ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഇവർ PSC-യിൽ നൽകിയത്. ഇവരിൽ പലരും PSC പരീക്ഷ പാസ്സാവുകയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാഷ്വൽ ലേബർ എന്നത് അംഗീകരിക്കില്ല എന്നും പകരം സ്ഥിരം അല്ലെങ്കിൽ താൽക്കാലികം റെഗുലർ ഓർ ടെമ്പററി എന്ന് രേഖപ്പെടുത്തണമെന്നുമാണ് PSC പറയുന്നത്. ആ PSC പറയുന്നത് പോലെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന കുറിപ്പിലെ നിർദ്ദേശം. അങ്ങനെ PSC പറയുന്നത് പോലെ നമ്മളൊരു സർട്ടിഫിക്കറ്റ് തിരുത്തി നൽകിയാൽ ഈ പ്രിസത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടി PSC-യിൽ ജോലി കിട്ടും. അതിനാൽ കൊടുക്കണമെന്ന് പറയുന്നു. ഇനി ഇതിലും വലിയ അതിക്രമം നടന്നിരിക്കുന്നതിൻ്റെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലാണ് 15 പേരാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതിലും അപ്പുറത്തേക്കുള്ള ആളുകളുണ്ട് എന്നുള്ള വ്യക്തമായ രേഖ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ PSC പറയുന്നതനുസരിച്ച് PSC-യോട് കോടതി ജിഷ എലിസബത്ത് എന്ന് പറയുന്ന ഒരാൾ കോടതിയിൽ പോയി ഇത്തരത്തിലൊരു അതിക്രമം ഈ നിയമനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണൽ ആ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം ഈ രേഖകളെല്ലാം ചോദിച്ചു. ഇവർ ഈ രേഖകളെല്ലാം കോടതിയിൽ ഹാജരാക്കി. ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചപ്പോൾ ട്രിബ്യൂണലിന് ബോധ്യമായി ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന്. അതിനാൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്ന മാധ്യമപ്രവർത്തകർക്ക് ഒക്കെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള നിയമനം ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ട്രിബ്യൂണൽ. അതിനിപ്പോൾ സ്റ്റേ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നില്ല. അതിപ്പോൾ അവിടെ നിൽക്കുകയാണ്. ആ സർക്കാരിൻ്റെ അവസാന സമയത്തായതിനാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നീക്കങ്ങൾ ഈ രേഖകൾ ഇപ്പോൾ അനധികൃത രേഖ എന്ന് പറയുന്ന രേഖ അധികൃത പറയുന്ന PSC-ക്ക് കൂടി അംഗീകരിക്കാൻ പറ്റുന്ന രേഖയാക്കി മാറ്റാനുള്ള സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ആ രേഖയും എല്ലാം നല്ല വെടിപ്പുള്ള രേഖയായി മാറിയേനെ. ആ രേഖ ഇപ്പോൾ PSC-യുടെ ഭാഗമായി ആ പറയുന്ന ആളുകളൊക്കെ ജോലിക്ക് കയറിയേനെ. എന്തായാലും ഒരാൾ നടത്തിയ ഒരു നിയമപോരാട്ടമുണ്ട്. ജിഷ നടത്തിയ നിയമപോരാട്ടം എന്തായാലും ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ മുന്നിലാണ്. അതിനാൽ മാത്രമാണ് ഈ പറയുന്ന ആളുകൾ ജോലിക്ക് കയറാത്തത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു യോഗ്യതയുമില്ലാത്ത ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ചോദിച്ചാൽ PRD നൽകിയ സർട്ടിഫിക്കറ്റാണ് അവരുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്. അതിൽ തിരുത്തൽ വരുത്തി അനധികൃതമായി നൽകിയ സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ്, ആ അനധികൃതമായി നൽകിയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഈ പറയുന്ന ആളുകളൊക്കെ ജോലിക്ക് കയറിയേനെ. അതിൽ 1ാം റാങ്ക്, ആ മെയിൻ ലിസ്റ്റിലെ 1ാം റാങ്കുകാരി മുതൽ ഉള്ള ആളുകൾ ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ആ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഈ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളുടെ ഒരു ഈ നിര പരിശോധിക്കുകയാണെങ്കിൽ അതിൽ SFIയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ അടക്കമുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും ഉന്നതനായിരുന്ന, സർക്കാരിനെ പോലും നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരാളുടെ ബന്ധു അടക്കമുള്ള ആളുകളുണ്ട്. ഈ ഉദ്യോഗാർത്ഥികളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, ഇത് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസായതിനാൽ മാത്രം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയിലേക്ക് പോകുന്നില്ല. ആരെങ്കിലും എതിർപ്പുന്നയിച്ചാൽ അവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു പറയാനും നമുക്ക് യാതൊരു മടിയുമില്ല. എന്തായാലും ഇത്തരത്തിൽ വലിയൊരു അതിക്രമം നടന്നിരിക്കുന്നു. ഈ വിഷയം മന്ത്രി OJ ജനീഷിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. OJ ജനീഷാണ് ഇത്തരത്തിൽ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പല വിധത്തിലുള്ള പരാതികളും അവരുടെ മുന്നിലുണ്ട്. ആ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ OJ ജനീഷിനെ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. മന്ത്രി ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ കരുതുകയാണ്. മന്ത്രിയുടെ ഒരു പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന്. ഈ വിഷയത്തിൽ ഈ PSCയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ക്രമക്കേടുകളാണ്. ആ വിഷയങ്ങളെല്ലാം ബുധനാഴ്ച നടക്കാനിരിക്കുന്ന ക്യാബിനറ്റ് യോഗം വിശദമായി ചർച്ച ചെയ്യും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. PSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ ബോഡിയാണ്. അതിനാൽ തന്നെ ആ വിഷയത്തിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിലേക്ക് ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കാൻ സർക്കാരിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സർവീസ് കമ്മീഷനായി പോയി അല്ലേ അമൽ? ഒന്നുകൂടി മൊത്തി കേട്ടില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ പാർട്ടി സർവീസ് കമ്മീഷനായി എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം നിരന്തരമായ ഇടപെടലുകൾ ഈ വിഷയത്തിലുണ്ട്. ശിവരഞ്ജിത്തൊക്കെ ജോലി കയറിയത് കണ്ടതാണ്. ഒരു കേസിലെ പ്രതിയായിട്ടുള്ള ആൾ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ അവിടെ നിന്നും ഈ ചോദ്യപേപ്പറൊക്കെ കണ്ടെത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായതാണ്. ഉത്തരക്കടലാസിൻ്റെ പരിശോധനയൊക്കെ വീണ്ടും അവിടെ നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് PSC അതൊക്കെ ഒരു പുനർമൂല്യനിർണ്ണയമൊക്കെ നടത്തിയാണ് അവരെ മാറ്റി നിർത്തിയത്. അല്ലെങ്കിൽ ശിവരഞ്ജിത്തൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗമായി നമ്മളെ ഭരിക്കാൻ ഇറങ്ങിയേനെ. എന്തായാലും അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രം അത്തരമൊരു വിഷയം പുറത്തേക്ക് വന്നതാണ്. അങ്ങനെ പാർട്ടി സർവീസ് കമ്മീഷനായി മാറി കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്നുള്ളത് പറയേണ്ടി വരുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൽ മന്ത്രിയുടെ ഇടപെടൽ എങ്ങനെയാണ്, മന്ത്രി എങ്ങനെ പ്രതികരിക്കുന്നു, തുടർന്ന് ഇതിൽ എന്ത് നടപടി എടുക്കുന്നു, നിയമ പോരാട്ടത്തിന്റെ ഒടുവിൽ എന്താണ് ഉണ്ടാവുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അമൽ തേനമ്പറമ്പിലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. അമൽ പറഞ്ഞതുപോലെ എനിക്കിതിൽ വ്യക്തിപരമായി ഈ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ എളുപ്പത്തിൽ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.